ആ ശരി. ആ വരാ. ആ ഞാൻ ചോദിച്ചിട്ട് വിളിക്കാ. ഉം. ആരാ വിളിക്കണ്? സെജിയ? അല്ലേ, വീട്ടിൽ നിന്ന് ഉമ്മ വിളിക്കുക. ആ, വീട്ടിക്ക് വരുമോ ചോദിച്ചിട്ട് വിളിക്കുക. ഏ, എന്താ അത്? എന്തെങ്കിലും വിശേഷം ഉണ്ടാ? വിശേഷമൊന്നുമില്ല. വീട്ടിക്ക് നാളെ താത്താര് വരുന്നത്രേ, 2 ദിവസം ഇരിക്കാന്. അപ്പൊ നീയും വായോ പറഞ്ഞിട്ട് വിളിക്കാണ്. ആ, വിരുന്നിരിക്കാൻ വിളിക്കാണ് അല്ലേ? എന്നിട്ട് പോണ്ട നീയേ? ആ, പോണമെന്നുണ്ട്. കുറേ ആയില്ലേ ഞാൻ വീട്ടിക്ക് പോയിട്ടും. കഴിഞ്ഞ ചെറിയ പെരുന്നാളിനും പറ്റിയാണ് ഞാൻ പോയിട്ട് താത്താൻ്റെ കൂടെയൊക്കെ ഒന്ന് ഇരുന്നിട്ട് വന്നതേ. അതിനുശേഷം അവര് 1-2 പ്രാവശ്യം വന്നിട്ട് പോവുകയൊക്കെ ചെയ്തു. എനിക്ക് പിന്നെ ഇവിടുന്ന് പോകാനും പറ്റിയില്ലല്ലോ, ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ, ഇനിയിപ്പോ കുട്ടികളുടെ സ്കൂള് 2 ദിവസം പോകുമായിരിക്കും അല്ലേ? ഇല്ലേ, ഇന്നിപ്പോ വെള്ളിയാഴ്ചയല്ലേ. ഇനിയിപ്പോ നാളെയും മറ്റന്നാൾ സ്കൂളും ഇല്ലല്ലോ. നാളെ രാവിലെ പോയിട്ട് മറ്റന്നാൾ വൈകുന്നേരത്ത് വരാ പറഞ്ഞിട്ടാണ്. ഓ, ഉമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവോ? അല്ലെങ്കിൽ സീതാത്താനെ വിളിച്ച് വരാൻ പറയാ. ഏയ്, ആരും വിളിക്കൊന്നും വേണ്ട. ഞാനവിടെ ഒറ്റയ്ക്ക് കൂത്തിരിക്കാം. അവർക്ക് അവിടെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേ അതൊക്കെ ഇട്ടേറി നിന്നെ പോലെ വിരുന്ന് നടക്കാൻ പറ്റണ്ടേ. ഞാൻ അവിടെ ഒറ്റയ്ക്ക് കൂത്തിരിക്കുക. നീ പോയിട്ട് വാ. പോണതൊക്കെ ശരി, ആ കുട്ടികളുടെ കാര്യം നല്ല പോലെയൊക്കെ നോക്ക്. ഏടത്തിമാരിനെയൊക്കെ കണ്ട് അവൻ്റെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞ് മതിമറക്കുമ്പോൾ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാണ്ടിരിക്കണ്ട. അന്നൊരിക്കൽ തന്നെ ഉണ്ടായി ഇതുപോലെ വീട്ടിലേക്ക് വിരുന്ന് പോകുകയാണ് പറഞ്ഞിട്ട് പോയിട്ട് ആ ചെറുത് വീണ് അതിൻ്റെ കാലൊക്കെ ചരികിയിട്ട് വന്നിക്കണം. നീ അത് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ വന്ന് ഞാൻ കാട്ടി തന്നപ്പോഴല്ലേ നീ കണ്ടു തന്നെ. അങ്ങനെ വല്ല മരണം ഉണ്ടാക്കിയിട്ട് വരാൻ നിൽക്കണ്ട, വിരുന്നും മരുന്നൊക്കെ കഴിയുമ്പോഴേക്കും. നീ എന്തായാലും ഉള്ളിക്ക് പോകുകയല്ലേ, ആ ഗുളിക പൊതിയെന്നേ ഒരു വേദനയ്ക്കുള്ള ഗുളിക ഇങ്ങോട്ട് എടുത്തിട്ട് വന്നാ. എന്താണെന്നറിയില്ല, കാലിൻ്റെ മുട്ട് വേദനിച്ചിട്ട് വയ്യ. 2 ദിവസമായി തുടങ്ങിയിട്ടേ. ഓരോരുത്തർ ഇരിക്കണമെങ്കിൽ വലിയ കുഴപ്പമില്ല. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നു പറഞ്ഞാൽ മുട്ട അങ്ങോട്ട് വേദനിച്ചിട്ട് പൊളയാണ്. ഡോക്ടറിൻ്റെ അടുത്തേക്കൊക്കെ പോകേണ്ട സമയമായിട്ടുണ്ടേ. ഗുളികയും മരുന്നൊക്കെ കഴിഞ്ഞിരിക്കണു. നാളെ ഇപ്പോൾ ശനിയാഴ്ച, പുകണ് പറഞ്ഞ് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ആ, പറയും പോലെ ഇപ്പോൾ നീ നാളെ വിരുന്ന് പോകുകയാണ് അല്ലേ? ആ, ഇനിയിപ്പോൾ പോട്ടെ, നിന്റെ വിരുന്നൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പോവുക. അല്ലാണ്ട് ഇപ്പം എന്താ കാട്ടണ്? ആ വണ്ടിക്കാരനെ ഒന്ന് വിളിച്ച് നോക്കാറുന്നോ? വിളിച്ചിട്ട് എത്ര നേരമായി? എത്ര നേരമായിട്ട് അവനിങ്ങോട്ട് കാണാണ്ടോ നോക്കാം. വിളിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ വരും. വെറുതെ വെറുതെ വിളിച്ച് വെറുപ്പിക്കാൻ പറ്റുമോ? എന്താ നിന്റെ മുഖം വല്ല കടന്നിൽ കുത്തിയ പോലെ ഇരിക്കണ്? വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത കനപ്പായിരിക്കും അല്ലേ? നിന്റെ അടുത്ത് ഞാൻ വിരുന്ന് പോകണ്ടെന്ന് പറഞ്ഞ മനുഷ്യൻ മുട്ട് വേദനിച്ചിട്ട് രാത്രി കടന്ന് പൊളയുകയായിരുന്നു. നീ വന്ന് ആ തൈലം തേച്ച് തന്നപ്പോഴാണ് ഒന്ന് കണ്ണിന്റെ പോൾ അടച്ചത് തന്നെ. നിനക്ക് വരാൻ വൈകി വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരേ. അല്ലാണ്ട് ഇങ്ങനെ മുഖം കനിപ്പിച്ച് വെച്ചിട്ടൊന്നും എൻ്റെ കൂടെ വരാൻ നിൽക്കണ്ട. എന്താ അവളുടെ വിചാരം ഇപ്പോൾ എനിക്കൊരു വേദനയില്ല, ഒക്കെ എൻ്റെ അഭിനയമാണ് എന്നാണ്. എൻ്റെ വേദന വരുത്തൊക്കെ എനിക്കല്ലേ അറിയുള്ളൂ. ഡോക്ടറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഇനിയിപ്പോൾ കാലിൽ ബെൽറ്റ് ഇടാൻ പറയുമെന്നപ്പോൾ എൻ്റെ പേടി. നീ വരുന്നെങ്കിൽ വന്നാ, ആ വണ്ടിക്കാരൻ വരുമ്പോഴേക്കും വാതിലൊക്കെ പൂട്ടിയിട്ട് പുറത്തു പോയി നിൽക്കുക. അല്ല, എൻ്റെ കാലിൻ്റെ ആടി, ഞാൻ ആകെ ബേജാറായേ. കാലിനിപ്പോൾ എന്താ പെട്ടെന്ന് പറ്റി പറഞ്ഞിട്ടേ. ഡോക്ടറിന് വല്ല ടെസ്റ്റിനും എഴുതുമെന്നൊക്കെ പറഞ്ഞ് പേടിച്ചു ഞാൻ. എന്തോ വലിയ സമാധാനം, വലിയ കുഴപ്പമൊന്നുമില്ല പറഞ്ഞപ്പോഴേ അതേ മരുന്ന് തന്നെ കഴിച്ചാൽ മതി പറഞ്ഞു. ആ, പിന്നെ കോണിപ്പടി കയറി ഇറങ്ങണ്ടാന്ന് പറഞ്ഞു കേട്ടാ. ഇല്ലില്ല, ഇനിയൊന്നും കയറാൻ നിൽക്കണില്ല. ഞാനല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും തുണികൾ ഉണങ്ങാട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്തിട്ട് വരാൻ അങ്ങോട്ട് കയറുള്ളൂ. ഞാൻ അതിനും നിൽക്കണില്ല. എന്തിനാ വെറുതെ ഈ അരച്ച് നടക്കണമെന്ന് കൂടി ഇല്ലാണ്ടാക്കി വെക്കണ്. നമ്മളൊക്കെ മുക്കിൽ കടന്നാലേ കഴിഞ്ഞു കുട്ടിയേ. നാളെ നിന്ന് പാടി, അതാകുമ്പോ കുട്ടികൾക്ക് നാളെ സ്കൂളും ഇല്ല. നിനക്കൊരു ദിവസം ഇവിടെ നിൽക്കാലോ. ആ, എന്നാ നീ നിന്റെ സൗകര്യം പോലെ എന്താ ചെയ്യ്. ഓ, അവളുണ്ടാവും ഇവിടെ. പിന്നെ നീ വരുമ്പോ അവൾ ഇവിടെ വേണ്ടേ? ആ ശരി, എന്നാ വെച്ചോ. നാളെ വായോ എന്നാ. ജെസ്സിയെ, സേജിയെ വിളിച്ചതേ പെണ്ണ് സമാധാനം അല്ലാണ്ട് വിളിക്കുക. മുട്ടുവേദനയെ പറഞ്ഞില്ലേ. നാളെ വരണ്ടത്ര ഇങ്ങട്. എന്നാ പെണ്ണ് ഇന്ന് തന്നെ ഇങ്ങോട്ട് വരികയല്ല. ഞാൻ പറഞ്ഞു വാടീന്ന്. അപ്പൊ നേരെ ഇത്രയായില്ലേ, ഇനിയിപ്പോ ബസ് കയറി ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഇട്ടാവും പറഞ്ഞിട്ടേ നാളെ നേരത്തെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്.
നീ ഇവിടെ ഉണ്ടാവില്ലേ ചോദിച്ചായിരുന്നോ? ആ പെണ്ണിന് വന്ന കൂട്ടം കൂടി ഇരിക്കുക ഒരാൾ വേണേ. നീ വീട്ടിക്ക് പോണം പറഞ്ഞതല്ലേ, ഇനിയിപ്പോ പോവോ പറഞ്ഞിട്ടേ. ഇനിയിപ്പോ എന്താ പോണില്ലേ അവൾ ഇങ്ങോട്ട് വരാൻ നിൽക്കുമ്പോ? ഏ ഞാൻ പോണൊന്നുമില്ല. ആ അതന്നെ ഞാനും പറഞ്ഞു അവളൊന്നും പോവില്ലാന്ന്. എനിക്ക് പിന്നെ ഇതൊന്നും പറഞ്ഞിട്ടില്ലാലോ. ആറ്റുനോറ്റൊന്ന് വിരുന്ന് പോകാൻ നിന്നാ അന്നില്ലാത്ത അസുഖങ്ങൾ ഉണ്ടായില്ല. പെണ്ണെന്നാ വരുമ്പോ ആ കുട്ടികളെയും കൂട്ടിയിട്ട് വരികയല്ല. എത്രയായി ഞാൻ അതിലേക്ക് ഒന്ന് കണ്ടിട്ടു. ഞാൻ വൈകുന്നേരത്തെ തന്നെ ഞങ്ങൾ പോവല്ലേ അവരുടെ കൂട്ടാണ്ടായതേ. വെറുതെ അതുകളിനെയും ബസ്സിലേത്ത് വലിച്ചിട്ട്. അതുമല്ല, വലുതിനും ഇങ്ങോട്ട് വരണമെന്നുമില്ല. ഒരു ദിവസം ലീവ് കിട്ടി പറഞ്ഞ കുട്ടികളുടെ കൂടെ കളിച്ചും കൊണ്ട് തന്നെ. ചെറുതിനാണെങ്കിൽ പനി. അവൻ വിളിക്കലില്ലേ? ആ ഇന്നലെ വിളിച്ചായിരുന്നോ? ആ വരണ കൂട്ടം വല്ലതും കൂടിയാ? ഇല്ല, ഇനിയിപ്പോൾ ഒരു 6 മാസം കൂടി ആവേണ്ടി വരും. പോയിട്ട് ഇപ്പോൾ ഒരു കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. 1.5 കൊല്ലം കൂടുമ്പോഴല്ലേ വരവ് പതിവ്. ഉം. വീട്ടിക്ക് പോണു പറഞ്ഞിട്ട് പോയില്ല അല്ലേ? എനിക്ക് പിന്നെ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ താത്ത. എന്താ അവളൊരു കൂട്ടം കൂടാണ്. അവൾക്ക് എങ്ങനെ ഇവിടെ ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റുക? നിന്നെ പോലെയാണ് അവള്. എന്താ പോയാല്? നിനക്ക് പറഞ്ഞ ഒരു ഇളയച്ചുള്ളത് കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവളെ ഏൽപ്പിച്ചിട്ട് വരാം. ഇതൊന്ന് വരികയോ പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ. എന്നിട്ട് തന്നെ അവള് വരലില്ല. എപ്പോഴെങ്കിലും കൂടുമ്പോഴൊന്നും പോകാൻ കാണിച്ചിട്ട് പോവുള്ളൂ. അപ്പൊ നിനക്ക് ഇങ്ങനെങ്കിലും വരാൻ പറ്റുന്നുണ്ട്. ഇനി ഒറ്റയ്ക്ക് എന്താ താമസമായി പറഞ്ഞതും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും ഒന്ന് അവള് പുട്ടെറിഞ്ഞ് അവളുടെ വീട്ടിൽ പോയി കുത്തുറന്ന് പറഞ്ഞ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? ഈ എണിച്ച് നടക്കൂസില്ലാത്ത എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ? എനിക്കാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും ഓരോ വയ്യായികളാണ്. കാല് വേദനയും കൈ വേദനയും മുട്ടുവേദനയൊക്കെ ആയിട്ട്. ആ വയ്യാത്ത എന്നെ ഇവിടെ ഇട്ടിട്ട് ഇവള് വിരുന്ന് നടക്കാൻ നിന്നാ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും വയ്യായി വന്നാലേ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തു തരാനെങ്കിലും ആരെങ്കിലും വേണ്ടേ? അല്ല, അങ്ങനെയൊന്നും കടപ്പിലാക്കാണ്ടേ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിളിച്ചാൽ മതി എന്നാണ് ഇപ്പൊ എന്റെ പ്രാർത്ഥന. ഈ കാണും പോലെയൊന്നല്ല, സ്വഭാവം മഹാമോശാണ്. എന്താണ്? എന്താ ചോദിച്ചാൽ പറയാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആ എന്നപ്പോ പറയാൻ നിക്കണ്ട, എനിക്ക് കേൾക്കാൻ നേരവുമില്ല. എന്നിട്ടിപ്പോ നീ ഇപ്പൊ തന്നെ പോകാൻ നിൽക്കുക? വൈകുന്നേരത്ത് പോയാ പോരെ? വൈകുന്നേരം ഒന്നും ആകാൻ നിൽക്കണില്ല. കുറച്ചു നേരം പോണം എനിക്ക്. ചെറുതിന് വയ്യാ പറഞ്ഞില്ലേ ഞാന്. അപ്പൊ നിന്റെ അമ്മായിമ്മ ഇളയച്ചൊക്കെ ഉണ്ടല്ലോ അവിടെ, അവര് നോക്കില്ലേ? അത് പറഞ്ഞിട്ട് ആ വയ്യാത്ത കുട്ടിനെ അവിടെ ഇരുത്തിയിട്ട് വൈകുന്നേരം വരെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? നമുക്ക് വയ്യല്ലോ പറഞ്ഞിട്ട് ഓടിപ്പിടിച്ച് വന്നതാ ഞാന്. നിങ്ങളെ കാണുമ്പോൾ വലിയ വയ്യായി ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. അവള് വിരുന്ന് പോണ് പറഞ്ഞപ്പോ എടുത്ത അടവായിരിക്കും അല്ലേ? നീ ഒന്ന് പോളിയാടണം. ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളൊക്കെ പൂട്ടിയില്ലേ ഓണായിട്ട്? താത്ത വരുന്നതാണ് ആവോലെ ഇങ്ങോട്ട് നിൽക്കാന്? ഓ, അവളൊക്കെ വരും. എന്താ പിന്നെ വരാണ്ട്? ആകെ സ്കൂൾ പൂട്ടുന്ന സമയത്താണ് 4 ദിവസം അവളിവിടെ വന്ന് നിൽക്കണത് തന്നെ. ഏ അല്ല, താത്ത വരുന്നെങ്കിൽ എനിക്ക് 4 ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കാലോ പറഞ്ഞിട്ടേ. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാളാവും ചെയ്യും. അതിപ്പോ അവൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ നീ ഇവിടെ ഉണ്ടല്ലോ പറഞ്ഞിട്ടാണ്. അതിന് വന്നു പറഞ്ഞ് മിണ്ടിയും പറഞ്ഞും കൂടി ഇരിക്കാൻ ഒരാൾ വേണ്ടേ? നിനക്ക് ഇപ്പൊ തന്നെ നിന്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടാ? അവള് വന്നു പറഞ്ഞാൽ അധികം ദിവസമൊന്നും നിൽക്കില്ല. 2 3 ദിവസം അത്രേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവൾ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? അപ്പൊ പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കാവില്ലേ? പിന്നെ ആ കാരണം പറഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റാണ്ടാവും. ഓ, അല്ലെങ്കിൽ ഇപ്പൊ നീ എപ്പോ വിരുന്ന് പോകുമ്പോൾ എനിക്കൊരു തുണയ്ക്ക് ആളിനാക്കിയിട്ടല്ലേ പോകണം നോക്കാം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴേ നിങ്ങളുടെ കാലിന് വയ്യ പറഞ്ഞിട്ട് എന്നെ വിട്ടാക്കാണ്ടിരുന്ന് മറന്ന നിങ്ങള്? ഒറ്റയ്ക്കാക്കിയിട്ട് പോകണ്ട, എനിക്ക് വയ്യാണ്ടായി ആരും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആ എന്നാ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് അന്ന് എന്റെ കാലിന് തീരെ വയ്യാത്തോണ്ട് പറഞ്ഞതല്ലേ. നിങ്ങൾ പറഞ്ഞ എന്റെ ഇപ്രാവശ്യത്തെ വിരുന്ന് പോക്ക് മുടക്കും. അതാപ്പം ഉണ്ടാകാൻ പോണ്. എന്താ വിളിക്ക്? അവൾ ഇങ്ങോട്ട് വരുമ്പോ നീ ഇവിടെ ഇല്ലാണ്ടിരുന്ന എങ്ങനെയാണ്? അവൾക്ക് ആകെയുള്ള നാത്തൂനില്ലേ നീ? അത് ഇങ്ങോട്ട് വന്നിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണ്ടേ പറഞ്ഞിട്ട് പറഞ്ഞതാ ഞാന്. അതല്ല, നിനക്ക് പോയേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ നീ പൊയ്ക്കോ. ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല. ഇപ്പൊ ഞാനായിട്ട് അതിന് വിരുന്ന് പോക്ക് മുടക്കാൻ നിൽക്കുന്നില്ല. ഇനി ഏതായാലും ആയില്ലമ്മ. ഇപ്പൊ താത്ത വന്നിട്ട് പോയിട്ടൊക്കെ വരാം. നീ പറയണ കേൾക്കാണ്ട് ഞാൻ അങ്ങോട്ട് വന്നാലേ സൂര്യം പറഞ്ഞു തരില്ല, അതാണ്. നിക്കാന്നൊക്കെ തന്നെ പറയണം. ഇപ്പൊ ആ സമയത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഉടായി പെറുക്കോ എന്നുള്ളത് അറിയൂല്ല.
എന്താ ചെയ്യണ്? പറയണത് അനുസരിക്കല്ലേ നിവൃത്തിയുള്ളൂ. അല്ലാണ്ട് എൻ്റെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റില്ലാലോ. മകള് വന്നിട്ടുണ്ടാ? ഇല്ല, നാളെ വരാ പറഞ്ഞിട്ടുണ്ട്. ശരി, എന്നാ നിങ്ങൾ വെച്ചോളി, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. മരുമകൾ എവിടെയാന്നോ? വിരുന്ന് പോയിട്ടുണ്ടാവൂല്ലേ? അവളൊന്നും വിരുന്ന് പോയിട്ടില്ല. അവളതാ ഉള്ളിലുണ്ട്. അപ്പൊ എന്താ അത്? കുട്ടികളുടെ സ്കൂളൊക്കെ പൂട്ടിയിട്ട് വിരുന്നൊന്നും പോയില്ലേ അവള്? വിരുന്ന് പോണം. നിനക്ക് വല്ല കാറ്റും ഉണ്ടോ അവളെ? അതുകളേ അവിടെ ആരോ പറഞ്ഞ പോലെ കഴിഞ്ഞു കൂടണം. അതിന്റെ ഇടയിൽ കൂടെ ഇവളും കൂടി പോയാലും മതി. ഇനിയിപ്പോ അതാ ചേച്ചി വരുന്നത് നാളെങ്കട്. അവൾക്ക് വേണമെങ്കിൽ പോയിട്ട് 4 ദിവസം നിൽക്കുകയൊക്കെ ചെയ്യാ. ഇവിടെ ഇപ്പൊ അവളുണ്ടാകുമല്ലോ. അതിന് എങ്ങനെയാണ് അവള് പോയി പറഞ്ഞ അവൾക്ക് ചെലവിനുള്ളതും കൂടി അവള് കൊടുക്കേണ്ടി വരുവേ. ആ അവൾ അതിനിവിടെ ഇരുന്നോട്ടെ. നമ്മള് വീട്ടിലേക്ക് ഓരോ പെൺകുട്ടികളെ കൊണ്ടിരുന്ന് നമ്മുടെ വീട്ടിൽ കുത്തിരിക്കാൻ തന്നെയല്ലേന്നോ. ഇരുന്നോട്ടെ ഇരുന്നോട്ടെ. ഞാൻ നീ ചോദിച്ചപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ. നീ ഇതെവിടേക്കാ മാറ്റി ഒരുങ്ങിയിട്ട്? ഞാൻ എൻ്റെ വീട്ടിക്ക്. അപ്പൊ നാളെ സെജി വരുമ്പോഴോ? വന്ന അമ്മയും മകളും കൂടി ഇരുന്നോളി. എന്താ ഇരുന്നാ പറ്റില്ലേ? നിങ്ങളുടെ മകൾ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്? അപ്പൊ അതുപോലെ ഒരു വീടും കുടുംബം എനിക്കും ഉണ്ട്. എന്നും ഇല്ലെങ്കിലും ഇടയ്ക്കൊക്കെ അവനെ കാണുന്നൊക്കെ എനിക്കും ഉണ്ടാവില്ലേ? നിങ്ങൾ നേരത്തെ അവരുടെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞായിരുന്നു? എൻ്റെ വീട്ടിൽ ഒരു കഴിവുമില്ല, ഞാൻ വിരുന്ന് പോയി നിന്ന് പറഞ്ഞ് എനിക്കുള്ള ചെലവിനുള്ളതും കൂടി ഞാൻ എടുത്തു കൊടുക്കേണ്ടി വരുന്നൊക്കെ അല്ലേ? നിങ്ങളുടെ മകൻ്റെ പണം മുഴുവൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നുള്ള പേടിയല്ലേ നിങ്ങൾക്ക്? എന്നാ ആ പേടി വേണ്ട. നിങ്ങളുടെ പണം കിട്ടിയിട്ടൊന്നും വേണ്ട എൻ്റെ വീട്ടിൽ ജീവിക്കാൻ. ഞാൻ ഇത്രയും കാലം ഇവിടുന്ന് പോകാണ്ടിരുന്നതേ എന്താ കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നിങ്ങൾക്ക് ആ വേദനയാണ് ഈ വേദനയെന്നൊക്കെ പറയുമല്ലോ. അതൊക്കെ നിങ്ങളുടെ വെറും അഭിനയാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും ഞാനിതൊക്കെ കേട്ടിട്ട് മിണ്ടാണ്ട് ഇവിടെ ഇരുന്നതേ നിങ്ങളുടെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടാണ്. പിന്നെ നിങ്ങളെ വെറുപ്പിച്ചിട്ട് പോകാനുള്ള മടിയും കൊണ്ടും. അതിനുള്ളതൊക്കെ എനിക്ക് വയർ നിറച്ച് കിട്ടി. ഇനി എന്തായാലും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോയിട്ട് കുട്ടികളുടെ സ്കൂൾ തുറന്നിട്ടേ വരുന്നുള്ളൂ. വാടാ. തുണയ്ക്ക് ആരെങ്കിലും വിളിക്കേ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കേ എന്താച്ചാ ചെയ്യേ. അപ്പോഴേ നിങ്ങളൊക്കെ പഠിക്കുകയുള്ളൂ. സേജിയേ, എപ്പോഴാടി ഇങ്ങോട്ട് വരുന്നേ? അതാ നീ വരുന്നില്ലേ? നീ വരുന്നു പറഞ്ഞിട്ട് അവളത് അവളുടെ വീട്ടിക്ക് പോയി. അവള് പോട്ടെ. നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളി. ആരും പറഞ്ഞില്ലല്ലോ വേണ്ടാത്ത പണിക്കൊക്കെ നിൽക്കാൻ. അവളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം പറയുകയും ചെയ്തു. അപ്പം ഞാൻ തന്നെ പറഞ്ഞു നീ വീട്ടിലേക്ക് പോയിക്കോ, നീ സ്കൂൾ തുറക്കുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന്. നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവളിന് ഒരു വിലയും ഉണ്ടായിരുന്നില്ല അല്ലേ? നീ കുറച്ച് ദിവസം നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കും, അപ്പോൾ പൊടിഞ്ഞോളൂ നിങ്ങൾക്ക്. എന്താടി ഇങ്ങോട്ട് വാടി. ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് കൂത്തിരിക്കുക? ഞാൻ എൻ്റെ വിവരക്കേടും കൊണ്ട് പറഞ്ഞതല്ലേ. ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിന്നാൽ നിങ്ങൾക്ക് നന്നു. വയസ്സാം കാലത്ത് നിങ്ങൾ നോക്കാനേ അവൾ തന്നെ ഉണ്ടാവുള്ളൂ. ആ ഓർമ്മ വേണം. ഫോൺ വെച്ചോളി, ഇന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം.